ഇന്ന് നമ്മളുള്ളത് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻ്റെ കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ബ്രാഞ്ചിലാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ ചീഫ് ഓഡിയോളജിസ്റ്റായ വിവേക് സോംരാജ് സാറാണ്. സാർ സ്ഥിരമായി കേൾക്കുന്ന ചോദ്യങ്ങളായിരിക്കാം, എങ്കിലും ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്കും ചുരം കയറുന്നവർക്കും ചെവിയുടെ ഉള്ളിൽ വേദന അനുഭവപ്പെടുന്നതായി കേട്ടിട്ടുണ്ട്. ഇതിന് കാരണം എന്തായിരിക്കും? ഈ പറഞ്ഞൊരു പെയിനിന് കാരണം നോർമൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ചസ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ചുരം കയറുമ്പം ആക്ച്വലി നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടുകയാണ്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുകയാണ് നമ്മൾ നിൽക്കുന്നതിന്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻസ് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെവി അടഞ്ഞതുപോലെ തോന്നും. ചുരം കയറുമ്പോൾ നോർമലി നമുക്ക് ഒരുപാട് ചെവിയിൽ പെയിൻ അനുഭവപ്പെടുക അങ്ങനെയൊന്നും ഉണ്ടാകാൻ ചാൻസസ് കുറവാണ്. കൂടുതൽ നമുക്ക് ചെവി അടഞ്ഞ പോലൊരു ഫീലായിരിക്കും വരിക. അത് ആ ഒരു ടിമ്പാനിക് മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലും വരുന്ന പ്രഷർ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത്. ഇനി ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് ടൈമിൽ നമുക്ക് പെയിനായിട്ട് അനുഭവപ്പെടും. അത് നല്ല സിവിയർ പെയിൻ ആയിരിക്കും. എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നോർമലി പറയുന്നത് ബാരോട്രോമ എന്ന് തന്നെയാണ്. അത് കുറേയും കൂടെ ഹൈറ്റിൽ, നമ്മൾ ഒരു ചുരം കയറുന്ന പോലെയല്ല, കുറേയും കൂടെ ഹൈറ്റിലോട്ടാണ് ഫ്ലൈറ്റ് ഡിസെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസെൻഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഷാർപ്പായിട്ടാണ് ഈ പറയുന്നത് ഹൈറ്റിലോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരു സിവിയർ പെയിൻ ടിമ്പാനിക് മെംബ്രെയിനിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിലേക്ക് നമുക്കൊരു ഭയങ്കര പെയിൻ, സഹിക്കാൻ പറ്റാത്ത ഒരു പെയിനാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതും ഈ ഒരു പ്രഷർ ചേഞ്ച് കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിമ്പാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ കർണപടത്തിൽ നമുക്ക് ഓട്ടകൾ അല്ലെങ്കിൽ പെർഫറേഷൻസ് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. നോർമലി ഈ പറഞ്ഞ പ്രഷർ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന പെർഫറേഷൻസ് അല്ലെങ്കിൽ ഓട്ടകൾ വലിയ ഓട്ട വെച്ചാൽ വലിയ ഒരു പെർഫറേഷൻസ് ആണ് വരിക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നാച്ചുറലി ഹീലാകാനുള്ള ചാൻസസ് കുറവാണ്. ചില സമയങ്ങളിൽ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചെറിയ പിൻ ഹോൾ പെർഫറേഷൻസ് ഒക്കെ വരാം ഇതേ പ്രഷർ ചേഞ്ചസ് കൊണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നോർമലി തന്നെ ഈ പിൻ ഹോൾ പെർഫറേഷൻസ് ഹീലാകും. ഇത് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ് ടൈമിൽ മാത്രമല്ല, ഇപ്പം ഡീപ്പ് സീ ഡൈവേഴ്സ്, ഇപ്പം ഉള്ളിലേക്ക് വെള്ളത്തിന് ഒരുപാട് ഉള്ളിലേക്ക് പോകുമ്പോഴും ഇതേ പറഞ്ഞ പ്രഷർ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. മറ്റൊന്ന്, ഇത് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. അത് ഓരോരുത്തരുടെ ശരീരഘടന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇതുകൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകും. ഇനി ഈ പെയിൻ നോർമലി കേൾവിക്കുറവുള്ളവരാണ് അല്ലെങ്കിൽ ഈ ബാരോട്രോമ സ്ഥിരമായിട്ട് അനുഭവപ്പെടാറുള്ളവരാണെങ്കിൽ ഒരു മാക്സിമം ഒരാഴ്ച വരേക്ക് ഈ പെയിൻ നമുക്ക് നിലനിൽക്കാം. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഈ ഒരു പെർഫറേഷൻ അല്ലെങ്കിൽ കർണപടത്തിൽ വരുന്ന ഒരു ഓട്ട, അത് ഡിപ്പെൻസ്. വലിയ പെർഫറേഷൻസ് ഒക്കെ ആണെങ്കിൽ നോർമലി ഹീലാവില്ല. ചെറിയ പിൻഹോൾ പെർഫറേഷൻസ് ഒക്കെ ആണെങ്കിൽ നോർമലി ഹീലായി പോകും. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് ഓട്ടോമാറ്റിക്കലി ഹീലാകും. അങ്ങനെ ഹീലാകാത്ത സിറ്റുവേഷൻസ് വരുമ്പം നമ്മളൊരു ENT ഡോക്ടറെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനാണ് നോർമലി നമ്മൾ ബാരോട്രോമ എന്ന് തന്നെ പറയുന്നത്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന സഡൻ പ്രഷർ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് പെയിൻ രൂപത്തിലും വരാം. ഈ പെയിൻ കൊണ്ട് കർണപടത്തിൽ അല്ലെങ്കിൽ ടിമ്പാനിക് മെംബ്രെയിനിൽ പെർഫറേഷൻസും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ സാർ, ഇടയ്ക്ക് നമ്മുടെ ചെവിയിൽ പ്രാണിയൊക്കെ പോകാറുണ്ട്. അത് നമ്മുടെ കേൾവി എങ്ങനെ ബാധിക്കും? ഈ സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്? പ്രാണി പോകുന്നത് ഒരു റെഗുലർ ഒരു സംഭവം തന്നെയാണ്. അത് കൂടുതലും നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ വരാറുള്ളത് കിടന്നുറങ്ങുമ്പോഴായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ കേൾവിയെ നോർമലി ബാധിക്കാറില്ല, ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട്. അതേസമയം ഏതെങ്കിലും ഒരു പ്രാണി കയറി ഇരുന്നു, നമ്മളത് അറിഞ്ഞില്ല, അത് കുറേ നാളവിടെ ഇരുന്ന് ചെവിയുടെ ഉള്ളിൽ വാക്സ്, ഇയർ കനാലിൽ വാക്സ് ഫോം ആവും. അപ്പം ആ പ്രാണി ഇരിക്കുന്നതിൻ്റെ ചുറ്റിലും വാക്സും ഫോം ആയില്ല, അത് അവിടെ തടഞ്ഞിരുന്ന് അവിടെ ഒരു വാക്സ് ബിൽഡപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കേൾവിയെ വളരെ കുറവ് രീതിയിൽ ബാധിക്കാം. വലിയൊരു കേൾവിക്കുറവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ നാച്ചുറൽ ലെവലിൽ നിന്ന് കുറച്ചൊരു ചേഞ്ചസ് വരും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആ വാക്സ് ബിൽഡപ്പ് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രാണിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കേൾവി ബാക്ക് ടു നോർമലായിരിക്കും. ഇനി അതുകൂടാതെ ഈ പ്രാണിയെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കർണപടത്തിന് എന്തെങ്കിലും സ്ക്രാച്ചസ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഓട്ട അല്ലെങ്കിൽ പെർഫറേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേൾവിയെ നല്ല രീതിയിൽ ബാധിക്കാവുന്നതാണ്. ഇനി ഇത് വന്നതുകൊണ്ട് നമുക്ക് നമ്മൾ പെട്ടെന്നുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെവി പെട്ടെന്ന് അടഞ്ഞ പോലെ തോന്നാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് ചെവിയിൽ ഇടുക എന്നുള്ളതാണ്.
അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ പ്രാണി ഉണ്ടോ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പായിരിക്കില്ല. അപ്പം ഒരുപാട് ഡീപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പേനയാകാം, അല്ലെങ്കിൽ ഒരു ഫോർസെപ്സ് ആകാം, ഇനി അതും അല്ലെങ്കിൽ ഒരു ബഡ്സ്, നമുക്ക് കയ്യിൽ അന്നേരം എന്താണ് ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് നമ്മളെടുത്ത് അതിനെ തോണ്ടിയെടുക്കാനാണ് നോക്കുക. അങ്ങനെ ശ്രദ്ധയില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ കർണപടം അതിൽ തട്ടിയിട്ട് ഹോൾസ് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പാനിക് ആവേണ്ട കാര്യമില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും അടുത്തുള്ള ഒരു ENT ഡോക്ടറെ അടുത്ത് പോവുക. ഡോക്ടർ നോക്കി വേണ്ട രീതിയിൽ അതിനെ റിമൂവ് ചെയ്ത് തരും. നമുക്ക് കേൾവിക്കും ചെവിക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ഡോക്ടർ റിമൂവ് ചെയ്ത് തരും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ സാർ, അതുപോലെ തന്നെ നമ്മുടെ കേൾവിയെ ബാധിക്കുന്ന മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഇൽനെസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ 3 കാറ്റഗറിയും, അതായത് മെഡിക്കേഷൻസ്, മരുന്നുകൾ, അല്ലെങ്കിൽ ശീലങ്ങൾ, ഹാബിറ്റ്സ്, ഇനി അതല്ലെങ്കിൽ ഇൽനെസ്, അസുഖങ്ങളും കേൾവിയെ ബാധിക്കാം. മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മരുന്നുകൾ നമ്മൾ പറയുമ്പോൾ കൂടുതലും ഈ മലേറിയയ്ക്ക് ട്രീറ്റ് ചെയ്യുന്ന മരുന്നുകൾ, ക്യാൻസറിന് ട്രീറ്റ് ചെയ്യുന്ന ചില ടൈപ്പ് മരുന്നുകൾ, ഇനി കമ്പോണൻസ് ആണെങ്കിൽ മൈസിൻ ഗ്രൂപ്പ് എന്ന് ജനറലി പറയും. എല്ലാ മൈസിൻ ഗ്രൂപ്പും വരില്ല, എന്നാലും ചില മൈസിൻ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് നമ്മുടെ കേൾവിക്കുറവിന് കാരണമാകാം. അതുപോലെ അമിനോ ഗ്ലൈക്കോസൈഡ്സ് വരുന്ന മിക്ക മരുന്നുകളും കേൾവിക്കുറവിന് കാരണമാകാം. ഇതാണ് മെഡിക്കേഷൻസ് വരുന്നത്. ഇനി ഇൽനെസ്, അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പരിചയമുള്ളത് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ ഒരു ടൈമും കൂടെയാണ്. മുണ്ടിനീരാണ് സിംഗിൾ സൈഡഡ് ഡെഫ്നെസ് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു ചെവിയിൽ കേൾവിക്കുറവ് വരാനുള്ളതിന് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീസൺസ്. പിന്നെ അല്ലെങ്കിൽ റുബെല്ല, അങ്ങനെ ടോർച്ചസ്, അങ്ങനത്തെ കുറേ കാറ്റഗറി വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ അസുഖങ്ങളും കേൾവിക്കുറവിന് കാരണമാകാം. ഇനി ഹെവി മെറ്റൽ എക്സ്പോഷർ എന്ന് പറയുമ്പം നമുക്ക് ഈ മരുന്നുകളിൽ കൂടെ വരുന്ന ഒരു ലോഡ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടുതലുള്ള വരുമ്പോഴും കേൾവിക്കുറവിനത് കാരണമാകാം. ഇനി ശീലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നോർമലി എപ്പോഴും കേൾക്കാറുള്ള പോലെ സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുക, ആൽക്കഹോൾസ്, മദ്യപാനം. ഇതിൽ അത് കൂടാതെ വരുന്ന ഒരു കാറ്റഗറിയും കൂടെയുണ്ട്, ഹെഡ്ഫോൺസിൻ്റെ അമിതമായ വോളിയത്തിലുള്ള ഉപയോഗം കേൾവിക്കുറവിന് എന്തായാലും കാരണമാകും. അത് വെക്കണ്ടെന്നല്ല, ഉപയോഗിക്കുന്നത് നല്ലതാണ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. പക്ഷേ അതൊരു കൺട്രോൾഡ് വോളിയത്തിൽ വെച്ച് കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതാണ് നോർമലി കേൾവിക്കുറവിന് കാരണമാകുന്ന ശീലങ്ങളും മരുന്നുകളും അസുഖങ്ങളും. സാർ, അതുപോലെ നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വാങ്ങുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാം? ഹിയറിംഗ് എയ്ഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേൾവിക്കുറവിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പം അത് നോർമലി നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള സൗണ്ട്സിനെ ആംപ്ലിഫൈ ചെയ്യിപ്പിച്ച് നമ്മളെ തന്നെ കേൾപ്പിക്കുക. അതാണ് ഏറ്റവും എന്താ പറയുക, ലളിതമായ രീതിയിൽ പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ, ഈ ബഹളങ്ങളാണ് നമുക്ക് ഒരു സംസാരം അല്ലെങ്കിൽ സ്പീച്ച് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, കേൾവിക്കുറവുള്ള ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ കേട്ട് മനസ്സിലാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഈ ബഹളമാണ് ഒന്നാമത്തെ ഒരു ബുദ്ധിമുട്ട് വരിക. അപ്പം നോയിസ് ക്യാൻസലേഷൻ ഓൾമോസ്റ്റ് എല്ലാ ഹിയറിംഗ് എയ്ഡ്സിലും ഉണ്ട്. അതിൻ്റെ സ്ട്രെങ്ത്ത് ആണ് ഓരോ ഹിയറിംഗ് എയ്ഡ്സിലും അതിൻ്റെ സീരീസ് അനുസരിച്ച് വ്യത്യാസം വരിക. അപ്പം അതിനുള്ള ബഡ്ജറ്റും ഓരോ ഹിയറിംഗ് എയ്ഡും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ബഡ്ജറ്റ് അനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സിൻ്റെ സ്ട്രെങ്ത്തും ഡിഫറെൻ്റ് ആയിരിക്കും വരിക. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ചിപ്സ്, അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചിപ്സിന് കുറേ കൂടെ പെർഫോമൻസ് നല്ലതായിരിക്കും. ചില ഹിയറിംഗ് എയ്ഡ്സിന് കുറേ കൂടെ നിയർ നാച്ചുറലായിട്ടുള്ള സൗണ്ടിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ചില ഹിയറിംഗ് എയ്ഡ്സ് ഈ പറഞ്ഞ പോലെ ടിനൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും എക്സ്പീരിയൻസ് ഒരിക്കലും ചെയ്തിട്ടുള്ളതായിരിക്കും. ചെവിയിൽ നിന്ന് പെട്ടെന്നൊരു മൂളൽ വരിക, അതിനാണ് ടിനൈറ്റിസ് നമ്മൾ പറയുക. അപ്പോൾ ചിലവർക്ക് ഈ ടിനൈറ്റിസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, ഫുൾ ടൈം ചെവിയിൽ ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കേൾവിക്കുറവ് കൊണ്ടും വരാം, അതല്ലാതെ ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ടിനൈറ്റിസ് വരാം. അപ്പം ഹിയറിംഗ് എയ്ഡ്സിൽ ടിനൈറ്റിസ് മാസ്കേഴ്സ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ടിനൈറ്റിസ് പ്രശ്നമുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനത്തെ ഹിയറിംഗ് എയ്ഡുകൾ തിരഞ്ഞെടുക്കാം. ഇനി ടൈപ്സ് പറയുകയാണെങ്കിൽ ചെവിയുടെ പുറമേ വെക്കുന്ന BTs, ബിഹൈൻഡ് ദി ഹിയറിംഗ് എയ്ഡ്സ്, അതൊരു ഓപ്ഷനാണ്.
RICs, റിസീവർ ഇൻ ദി കനാൽ ഹിയറിംഗ് എയ്ഡ്സ്, അതും ചെവിയുടെ പുറകിൽ തന്നെയാണ് വെക്കുന്നത്, ബട്ട് കമ്പാരിറ്റീവ്ലി സൈസ് കുറവാണ്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള കസ്റ്റം ഹിയറിംഗ് എയ്ഡ്സ്, അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന പുറമേ നിന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചെടുക്കാം. എന്നാലും അതിന് പ്രൈമറിലി കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം പ്യോർട്ടോൺ ഓഡിയോമെട്രി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓഡിയോഗ്രാം ഉണ്ട്. ഓഡിയോഗ്രാം ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടാണ് ഈ ഒരു ഹിയറിംഗ് ലോസ് വന്നേക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും നമ്മുടെ ഓഡിയോളജിസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തരിക. ഇനി ഇത് കൂടാതെ ഇപ്പം റീസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 കൊല്ലമായിട്ട് വരുന്ന ഓപ്ഷൻസാണ് റീചാർജബിലിറ്റി. അതായത് മുന്നത്തെ ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം നമ്മൾ ഏകദേശം ബാറ്ററി നമ്മൾ തന്നെ റീപ്ലേസ് ചെയ്യണമായിരുന്നു. സിമ്പിൾ ഫംഗ്ഷനാണ്. അപ്പം ഡിഫറെൻറ്റ് സൈസസ് ബാറ്ററീസ് വരുന്നുണ്ട്. ചില ബാറ്ററീസ് 5 ദിവസം വരെ നിൽക്കുന്നതുണ്ട്, ചില ബാറ്ററീസ് 25 ദിവസം വരെ നിൽക്കുന്നതുണ്ട്. അപ്പം അങ്ങനത്തെ ബാറ്ററീസ് എല്ലാം ഓൾമോസ്റ്റ് മാറി ഇപ്പം റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് വന്നു തുടങ്ങിയിട്ട് ഉണ്ട്. അപ്പം അതൊരു ഓപ്ഷനാണ്. അത് കുറേ കൂടെ പ്രായമുള്ളവർക്ക് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലിയാണ്. ഉപയോഗിക്കുമ്പോൾ മാത്രം ചാർജറിന് എടുത്താൽ മതി, ഉപയോഗിക്കാത്തപ്പോൾ നേരെ ചാർജറിൽ ഇട്ട് വെക്കാം. അപ്പം അതൊക്കെ ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. കൂടുതലും പ്രായമായവരാണല്ലോ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറേ കൂടെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഇനി ബ്ലൂടൂത്ത്, ഇപ്പം മൊബൈൽ ഫോൺ കയ്യിലില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പം മൊബൈൽ ഫോണുമായിട്ട് പെയർ ചെയ്ത് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ട് ഇപ്പം ഫോണിൽ നിന്ന് വരുന്ന ഒരു കോൾ അല്ലെങ്കിൽ മീഡിയാസ്, ഇപ്പോൾ പാട്ടാകാം, വീഡിയോസ് ആകാം. അപ്പം ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ്ലി വയർലെസ് ആയിട്ട് ഹിയറിംഗ് എയ്ഡിൽ കേൾക്കാൻ പറ്റുന്ന ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സ്. ഇനി നമ്മുടെ എന്താ പറയുക, ഹിയറിംഗ് എയ്ഡ് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ആകുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സും ഇങ്ങനത്തെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും, നമ്മുടെ നീഡ് അനുസരിച്ച് അവർ പറഞ്ഞു തരും. നോർമലി നമ്മളെപ്പോഴും ചെയ്യാറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിയറിംഗ് എയ്ഡ് പറയുമ്പം ഇതൊരു എമർജൻസി അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഏറ്റവും ഒരു ബേസിക് ഒരു ഹിയറിംഗ് എയ്ഡാണ് താല്പര്യപ്പെടുക. അത് മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഈ ബേസിക് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ പ്രൈസ് ബേസിക് ആയതുകൊണ്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ക്ലാരിറ്റിയും ഓൾമോസ്റ്റ് ഒരു ബെറ്റർ ഹിയറിങ്ങിനേക്കാളും കുറേ കൂടി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ചും കൂടി ഒരു ഇൻഫീരിയർ ലെവൽ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ബഹളങ്ങളുടെ ഇടയ്ക്കാണ് അതിനൊരു നമുക്ക് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവുക. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കുമ്പം അവർ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനും അതുകൂടാതെ അത് വെച്ച് കേൾപ്പിച്ച് അതിൻ്റെ എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനും കുറേ കൂടെ ഈസി ആയിരിക്കും. സർ, അമിതമായ വോളിയത്തിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്താൽ നമ്മുടെ കേൾവിയെ ബാധിക്കുമെന്ന് സാർ പറഞ്ഞു. അതുപോലെ ഈ അമിതമായ സൗണ്ട് എൻവയൺമെൻറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ കേൾവിയെ ബാധിക്കും. ഹെഡ്ഫോൺസ് മൂലമല്ലാതെ ഈ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന സൗണ്ട്സ് കൊണ്ട് നമുക്ക് കേൾവിക്കുറവ് വരാം. ഹെഡ്ഫോൺസ് നമുക്ക് ഈ അടുത്താണ് ഇത്രയും പ്രചാരത്തിലായതും ഇത്രയും ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതും. അതിനു മുന്നേ നമുക്കുണ്ടായിരുന്നത് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അത് എന്താ പറയുക, നമ്മൾ വലിയ മെഷീനറീസിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ ട്രാഫിക്കിൻ്റെ സൗണ്ട്സ്, അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന മെഷീൻസ്, അല്ലെങ്കിൽ ഇപ്പം ഈ വലിയ ബാൻഡ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഫങ്ഷൻസിന് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് കേൾവിക്കുറവ് വരാം. അത് വരുന്ന 2 രീതിയിലാണ്. ഒന്ന് അക്കോസ്റ്റിക് ട്രോമ എന്ന് പറയും. പെട്ടെന്ന് ഒറ്റയടിക്ക് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുമ്പം കേൾവിയെ ബാധിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പടക്കം പൊട്ടുന്നതായിരിക്കും നമ്മുടെ തൊട്ടടുത്ത് നിന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റ സിറ്റുവേഷനിൽ തന്നെ, അല്ലെങ്കിൽ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് കേൾവിയെ അത് ബാധിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടേം എക്സ്പോഷർ എന്ന് പറയും. നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റിലെ സൗണ്ട് ആയിരിക്കും, അത് മെഷീനറീസ് കൊണ്ടുണ്ടാകുന്ന സൗണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അതൊരു മോഡറേറ്റ് ലെവൽ ഓഫ് സൗണ്ട്സ് പ്രൊലോങ്ഡ് ഡ്യൂറേഷന് കേൾക്കുമ്പോഴാണ് നമ്മുടെ കേൾവി അത് ബാധിക്കുന്നത്. ഇനി ഈ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NIHL എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡബിൾ ആണ്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്, വരാതെ നോക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ഈ പറയുന്ന ഇയർ പ്ലഗ്സ് അല്ലെങ്കിൽ ഇയർ മഫ്സ്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തുമാത്രം നോയ്സ് ഉണ്ടോ അതിനെ ബേസ് ചെയ്താണ് ചൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി പെയിൻലെസ് ആണ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്.
NIH-ലും ഹിയറിംഗ് ലോസിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതും കംപ്ലീറ്റ്ലി പെയിൻലെസ് ആണ്, പെർമനൻറ്റ് ഡാമേജ് ആണ്. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതെ നോക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ ബഹളങ്ങൾ കൊണ്ടും നമുക്ക് ഹിയറിംഗ് ലോസ് വരാനുള്ള ചാൻസസ് ഇന്ന് കൂടുതലാണ്. ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കോമൺ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഇപ്പോൾ സാറുമായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ മനസ്സിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. സോ ഫോർ മോർ ക്വയറീസ് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻ്റെ ഏത് ബ്രാഞ്ചിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് ഫൈനലി താങ്ക് യു സർ.